ഹലോ എവ്രി വൺ, ഞാൻ ഡോക്ടർ ജിറ്റി ജോർജ്, സൈക്യാട്രിസ്റ്റ്, SH മെഡിക്കൽ സെൻറ്റർ, കോട്ടയം. അവധിക്കാലമാണ്, സ്കൂളൊക്കെ അടച്ചു. കുട്ടികൾ ഫോൺ അഡിക്ഷനിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എന്തെങ്കിലും രീതിയിൽ മറ്റ് പല കാര്യങ്ങളിലേക്കും എൻഗേജ് ചെയ്താൽ മതി എന്ന ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ എൻഗേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നുള്ളതിലാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. അതിനായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് റിലാക്സിങ് ആയിട്ട് ഹാപ്പിനെസ് തോന്നുന്ന ഒരു കാര്യത്തിനോടാണ്. അത് ലഹരി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഫോൺ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. ഫോൺ ഉപയോഗിക്കുമ്പോൾ, അമിതമായി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് പാത്വേ എന്ന് പറയുന്ന ഏരിയയിൽ ഡോപ്പമിൻ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഡോപ്പമിൻ സർജ് ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഒരു റിലാക്സ്ഡ്, പ്ലസൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. ഈ ഫീലിംഗ് ആണ് ഈ അഡിക്ഷനെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഫോൺ അഡിക്ഷൻ ഉള്ളപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടത് ഒരു ഈക്വലി ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. ഫോൺ അഡിക്ഷനെ മാറ്റാനായിട്ട് പെയിൻറ്റിങ് ക്ലാസ്സിന് കൊണ്ടുപോയി വിടുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടിക്ക് പെയിൻറ്റിങ് ഇഷ്ടമാണോ, അതിൽ അഭിരുചി ഉണ്ടോ എന്നുള്ളതാണ്. കുട്ടിക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് അത് അയക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു പ്രയോജനം ഉണ്ടാവത്തില്ല. എന്നാൽ പെയിൻറ്റിങ്ങിന് താല്പര്യമുള്ള, അതിൽ അഭിരുചിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഫോൺ അഡിക്ഷനെ മറികടക്കാനായിട്ട് അത് നല്ലൊരു മെത്തേഡായിരിക്കും.